വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന ഒരു വിളിയാളം, ഒരായത്തിൻ്റെ ആരംഭം നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ചെവിയും അതിന് കൊടുക്കണമേ. കാരണം അല്ലാഹു നിങ്ങളോടാണ് ഇനി പറയുന്നത്. മൊത്തം ജനങ്ങളോട് പറയുമ്പോൾ യാ അയ്യുഹന്നാസ് എന്നാണ് പറയാ. നിങ്ങളോട് പ്രത്യേകമായി പറയുമ്പോൾ അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനൂ, അതെന്നെയും നിങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഏകനാണ്, അവനാണ് ആരാധനക്കർഹനെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ വന്ന അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്നും മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറയുന്നവരെ, അതല്ലേ മുഅ്മിനീങ്ങൾ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അള്ളാഹുവിനെ എങ്ങനെയാണോ നിങ്ങൾ ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്, അതർഹിക്കുന്ന പോലെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. പിന്നെ പറഞ്ഞു വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുന്ന സമയം മുസ്ലിമായ അവസ്ഥയിലാവണം നിങ്ങൾ മരിച്ചു പോവേണ്ടത്. കാരണം അതൊരു വലിയ യാത്രയുടെ തുടക്കമാണ്. ആ തുടക്കത്തിൽ ആ യാത്ര ആരംഭിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള വാഹനത്തിൽ കയറണമെങ്കിൽ അവസാന ശ്വാസം നിലനിൽക്കും നിശ്ചലമാകുമ്പോഴും അല്ലാഹു ഏകനാണ്, അവനാണ് സൃഷ്ടാവെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരാണെന്നും നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ച അവസ്ഥയിലായിരിക്കണേ. അല്ലാഹു ആഖിറു കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മൾ എല്ലാവർക്കും, നാമുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വാസിനികൾക്കും അല്ലാഹു നൽകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും വലിയുമഹ്ഹിസ മാ ഫീ ഖുലൂബിക്കും, മരണത്തിന് മുമ്പ് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സത്യസന്ധതയുണ്ടോ ഇല്ലയോ എന്ന് പുറത്തു കൊണ്ടുവരാൻ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനോദി നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ചില അവസ്ഥകൾ വരും, ചില രംഗങ്ങൾ വരും, ചില പരീക്ഷണങ്ങൾ വരും, ചില ഘട്ടങ്ങളിലൂടെ കഴിഞ്ഞു പോകേണ്ടി വരും. നമ്മൾ വിചാരിക്കാത്ത പോലെ കാര്യങ്ങൾ സംഭവിച്ചേക്കും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇച്ചിരി പ്രയാസം വരും, ദുഃഖം വരും, സങ്കടം വരും, വിങ്ങിപ്പൊട്ടി കരയേണ്ടി വരും, ദുഃഖിതരാകേണ്ടി വരും. പക്ഷേ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈമാനിൻ്റെ പ്രഭ അണഞ്ഞു പോകാതെ നിലനിൽക്കുന്നുണ്ടോ. വലിയുമഹ്ഹിസ മാ ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാൻ കടഞ്ഞെടുത്ത് ആ ഈമാൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. വലിയബ്തലിയല്ലാഹു മാ ഫീ സുദൂരിക്കും. അതുകൊണ്ട് പല വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ രക്ഷപ്പെടാനുള്ള വഴി സത്യസന്ധത മാത്രമാണ്. നുണ പറയരുത്, നുണ പ്രചരിപ്പിക്കുകയും അരുത്. സത്യസന്ധമാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അവസാനമായി സംബന്ധിക്കുന്ന ഒരു യുദ്ധമായിരുന്നു തബൂക്ക്. മദീനയിൽ നിന്ന് ഏകദേശം 700 കിലോമീറ്റർ അകലെയാണ് തബൂക്കിൻ്റെ യുദ്ധം നടന്ന സ്ഥലം. ആ യുദ്ധം നടക്കേണ്ടിയിരുന്ന സ്ഥലം. പക്ഷെ അവിടെ യുദ്ധമുണ്ടായില്ല. റോമക്കാർ തുർക്കി മുതൽ ഇങ്ങ് ജോർഡാൻ വരെയുള്ള പ്രദേശം, ഇറാഖ് അടക്കം ജോർഡൻ, ആ വർഷത്തെ വിളവെടുക്കാൻ സമയമസ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ ബഹർ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ. നബിയെ അങ്ങ് വിളിക്കുന്നത് സമുദ്രത്തിലേക്കാണെങ്കിൽ അങ്ങോട്ട്, മരുഭൂമിയിലേക്കാണെങ്കിൽ അങ്ങോട്ട്, മാമലകൾ കയറാനാണെങ്കിൽ അങ്ങോട്ട്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം, അല്ലാഹുവിന് ഉത്തരം കൊടുക്കുന്ന ആളുകളാണവർ. അതുകൊണ്ട് തബൂക്കിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും വാഹനങ്ങൾ റെഡിയാക്കി നിർത്തണം. യാ അല്ലാഹ്,
അപ്പോൾ നബി തങ്ങൾ പറയും, ആരെങ്കിലും കാണാതായാൽ ഇൻ യകുൻ ഫീഹി ഖൈർ സയൽഹഖുനാ, ആ കാണാത്ത ആളിൽ എന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ മൂപ്പര് നമ്മൾ ഒറ്റക്ക് ജീവിക്കും. വയമൂതു വഹ്ദഹ, ഒറ്റക്ക് ജീവിക്കും. വയമൂതു വഹ്ദഹ, ഒറ്റക്ക് മരിക്കും. വയുഹ്ശറു വഹ്ദഹ, നാളെ ഒറ്റക്ക് അല്ലാഹു അവർക്ക് ജന്മം നൽകും എന്ന് നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണ് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അതിനിടയ്ക്കൊരു സ്വഹാബിയുടെ ഒട്ടകം കാണാതെയായി. അപ്പോൾ മുനാഫിക്കുകളായ ആളുകൾ പറയാൻ തുടങ്ങി, കപടവിശ്വാസികൾ അവരുണ്ടാവും, ഏതൊരു സമൂഹത്തിനും ഒറ്റുകൊടുക്കുന്ന ആളുകളുണ്ടാവും. അതിനിടയിൽ അവരിങ്ങനെ പറയാൻ തുടങ്ങി, ദാഹിച്ച അവശരായി നിൽക്കുന്നു നബിയെ, വെള്ളമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ എവിടെയോ വെള്ളം സൂക്ഷിക്കുന്ന ഒരു ബ്ലാഡർ ഉണ്ടല്ലോ, ഒട്ടകങ്ങളെ ഞങ്ങൾ അറുക്കുകയും മാംസം ഭക്ഷിക്കാം, പിന്നെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ശേഖരം, വെള്ളത്തിൻ്റെ ചെറിയൊരു ബ്ലാഡർ ഉണ്ടാവും ഒട്ടകത്തിന് സർവൈവ് ചെയ്യാൻ, ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഒട്ടകങ്ങളെ അറുക്കട്ടെയോ എന്ന് സ്വഹാബിമാർ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുമാർ. എന്തായിരിക്കും വെള്ളത്തിൻ്റെ ക്ഷാമം? ആലോചിച്ച് നോക്കി, കടുത്ത ചൂട്, വെള്ളമില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഒട്ടകങ്ങളെ അറുക്കാൻ അങ്ങ് സമ്മതം കൊടുക്കരുതേ. ഒട്ടകങ്ങൾ അറുത്താൽ നബിയെ തബൂക്കിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചു വരാൻ പിന്നെ വാഹനമുണ്ടാകുമോ? അങ്ങ് അല്ലാഹുവിൻ്റെ മുഅയ്യദായ നബിയല്ലേ, അല്ലാഹു അങ്ങയെ സഹായിക്കുമല്ലോ. ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി ബറക്കത്തിന് അങ്ങേക്ക് ദുആ ചെയ്തു തന്നാൽ പോരെ, ഞങ്ങൾ ഒട്ടകം അറുക്കേണ്ടതുണ്ടോ നബിയെ? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ മതി. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും അവരവൻ്റെ കയ്യിലുള്ള അല്പം വെള്ളം കൊണ്ടുവരിൻ, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കിൻ. ലോകത്തിൻ്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു കരുണയായി നൽകിയ റബ്ബിൻ്റെ റഹ്മത്ത്, അവിടുത്തെ പരിശുദ്ധമായ കൈ ആ പാത്രത്തിലേക്ക് വെച്ചതും അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം അണപൊട്ടി വന്നതും സ്വഹാബിമാർ കണ്ണുകൊണ്ട് കാണുകയും ആ വെള്ളം നിറയെ എടുത്ത് കുടിക്കുകയും കുളിക്കുകയും ഒട്ടകങ്ങളെ കുടിപ്പിക്കുകയും വെള്ളം നിറച്ചു വെക്കുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ മിയാഹ്, ലോകത്തുള്ള വെള്ളങ്ങളായ വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇന്ന് നമുക്ക് കിട്ടാനില്ലാത്തത്, അത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിരലിൽ നിന്ന് ഒഴുകി വന്ന വെള്ളമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ശ്രേഷ്ഠമായത് സംസമാണ്, മൂന്നാമത്തേത് ഹൗദുൽ കൗസറാണ്, അത് കഴിഞ്ഞാൽ നൈൽ നദിയാണ്, യൂഫ്രട്ടീസാണ്. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ കൈകളിൽ നിന്ന് വിരലുകളിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. ആ സംഭവം നടന്നതും തബൂക്കിലേക്കുള്ള യാത്രയിലാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആ യാത്ര പോകുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞിരുന്നു, എല്ലാവരും ഒരുങ്ങണം, എല്ലാവരും ഒരുങ്ങണം, ദീർഘമായ യാത്രയാണ്, വാഹനം വേണം, വാഹനം ഒരുക്കി വെക്കണം. എല്ലാവരും ഒരുക്കി വെച്ചു. മഹാന്മാരായ സ്വഹാബിമാർ, 3 സ്വഹാബിമാർ, അവർ പോകണമെന്ന് ആഗ്രഹിച്ചവരാണ്, വാഹന സൗകര്യം ഉള്ളവരാണ്. ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബീഅ, കഅബ് ഇബ്നോട് വന്ന് ഒട്ടകം ഇല്ല നബിയേ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ട് കണ്ണിനീർ നനഞ്ഞുകൊണ്ട് ഹബീബിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നബി തങ്ങളവരോട് പറയുമായിരുന്നു, മാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങളെ കൊണ്ടുപോകാനുള്ള വാഹനം എൻ്റെ കയ്യിലും ഇല്ലല്ലോ. അങ്ങനെ സങ്കടത്തോടെ തബൂക്കിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് വാഹനമില്ലാതെ വരാൻ കഴിയാത്ത ആളുകൾ, അവരെ കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ഖതഅതും വാദിയൻ, സ്വഹാബികളെ, ഏതൊരു താഴ്വരയിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ഏത് മല നിങ്ങൾ കയറിയാലും, ചതുപ്പ് നിലത്തിലൂടെ നിങ്ങൾ നടന്നു പോയാലും, നിങ്ങളുടെ കൂടെ നടക്കാത്ത ചില ആളുകൾക്ക് ആ നടന്നതിൻ്റെ കൂലി അല്ലാഹു മദീനയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വരണമെന്ന് ആഗ്രഹിച്ചവരാണ്, പക്ഷേ അവർക്ക് വാഹനമില്ലാത്തത് കൊണ്ട്, സാധിക്കാത്തത് കൊണ്ടാണ്. അവരുടെ നിയ്യത്തിന് അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നടക്കുന്ന ഈ ത്യാഗത്തിനൊപ്പം അവർക്ക് അല്ലാഹു കൂലി കൊടുക്കുന്നു. നിയ്യത്താണ് വിഷയം.
നീയത്താണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ മനസ്സിലുള്ള നീയത്ത് നിങ്ങളുടെ അമലിനേക്കാളും ഖൈറാണ്. ഒരു നന്മ, ആ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു വില്ല പ്രൊജക്റ്റ് പറഞ്ഞു 2200 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. എനിക്കൊന്ന് കൊടുക്കാമായിരുന്നു, പടച്ചവൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലല്ലോ റബ്ബേ. അത് സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഉണ്ടായാൽ കൊടുക്കണേ, ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാണ്ടിരിക്കരുത്. പക്ഷെ ഒരാളുടെ കയ്യിൽ പൈസ ഇല്ല, അപ്പം അങ്ങനെ ആലോചിക്കുകയാണ്, റബ്ബേ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കുമല്ലോ, ഇല്ലെങ്കിൽ മുഴുവൻ തന്നെ ഞാനങ്ങ് എടുത്തു കൊടുത്തേനെ, ഞാനങ്ങ് പണി കഴിപ്പിച്ച് കൊടുത്തേനെ, എൻ്റെ അടുത്തില്ലല്ലോ പടച്ചവനെ. ഇത് സത്യസന്ധമാണെങ്കിൽ അത് അള്ളാഹുവിനറിയാലോ, നിങ്ങളുടെ നീയത്തിന് അള്ളാഹു കൂലി തരും. ആ കൊടുത്ത കൂലി അള്ളാഹു നിങ്ങൾക്ക് തരും. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തേനെ എന്ന് തോന്നുന്നുണ്ടോ? സത്യസന്ധമാണോ? അള്ളാഹു കൂലി തരും. പക്ഷെ 10 1 കൊടുക്കാൻ കഴിവുണ്ട്, എന്നാൽ അത് കൊടുത്തേക്കണം. 1 കൊടുക്കാതെ 10 ഞാൻ കൊടുത്തേക്കണം എന്ന് പറയുന്ന കാര്യമില്ലേ. 1 കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക, എന്നിട്ട് നിയ്യത്ത് ചെയ്യുക. പറ്റാത്തതിനെ സംബന്ധിച്ച് അതിന് അല്ലാഹു കൂലി തരും. നിങ്ങളുടെ അമലിനേക്കാളും ഖൈറാണ് നിങ്ങളുടെ നിയ്യത്ത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക, പ്രതിഫലം അല്ലാഹു തന്നുകൊണ്ടിരിക്കും. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്കിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. ഹിലാൽ എന്നവരും മുറാറത്ത് ഇബ്നു റബീ എന്നവരും. പക്ഷേ പിന്നീടാവാം, ഉച്ചയ്ക്ക് പോകാം, വൈകിട്ട് പോകാം, രാത്രി പോകാം, അങ്ങനെ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ, പിന്നീട് ചെയ്യാം. തസ്വീഫ് എന്ന അറബിയിൽ പറയും. സൗഫ, പിന്നെ സൗഫ അഖൂമു ബിഹാദ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തേക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് പോയേക്കാം, ഇപ്പം അവിടെ ഇരിക്കട്ടെ, അങ്ങനെയുള്ള ചെറിയൊരു മടിവരൽ. ആ മടി ബാധിച്ച് പോകാൻ പറ്റിയില്ല. സ്വഹാബികൾ ഒരുങ്ങാൻ, എൻ്റെ അടുത്ത് നല്ല വാഹനം ഉണ്ടല്ലോ, അവരൊന്ന് പുറപ്പെട്ടവിടെ, തെക്കുംപാടെന്ന് പോയിട്ടല്ലേ ഉള്ളൂ, അവരങ്ങോട്ട് മാടായി എത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ പഴയങ്ങാട് എത്തുമ്പോഴേക്ക് ഞാൻ അവരുടെ കൂടെ എത്തിച്ചേരും, അല്ലെങ്കിൽ പയ്യന്നൂർ എത്തുമ്പോഴേക്കും ഞാൻ ഓടിച്ചെത്തിയേക്കും പിന്നിൽ. പക്ഷേ യാത്രാസംഘം അങ്ങ് പോയി തുടങ്ങി. ഉച്ചക്കും പോകാൻ പറ്റിയില്ല, വൈകിട്ടും പോകാൻ പറ്റില്ല. ഇപ്പം രാത്രിയായപ്പോൾ പിന്നെ പേടിയായി, ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അവരെ കാണൂലല്ലോ. സ്വഹാബികളും നബിതങ്ങളും പുറപ്പെട്ടു കഴിഞ്ഞു തബൂക്കിലേക്ക്. പോകാൻ പറ്റിയില്ല, ഭയങ്കര സങ്കടമായി. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളും അവസാനമായി നബിതങ്ങളുടെ കൂടെ സംബന്ധിച്ച ഒരേ ഒരു യുദ്ധമാണ് തബൂക്ക്. തബൂക്ക് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു യുദ്ധത്തിലേക്ക് നബിതങ്ങൾ പുറപ്പെട്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്കാണ് അവസാനത്തേത്. ആ ഒരു യാത്ര നഷ്ടമായ വേദന കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലുണ്ട്. കഅബ് എന്നവർ പറയുന്നു, ഞാൻ മദീനയുടെ അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോൾ തബൂക്കിലേക്ക് പോകാതെ ബാക്കിയായവർ മുഴുവൻ കപടവിശ്വാസികളെ ഞാൻ കണ്ടത്. പിന്നെ രോഗികൾ, പിന്നെ വാഹനമില്ലാത്തവർ, ബാക്കിയൊക്കെ കപടവിശ്വാസികൾ. പ്രത്യക്ഷത്തിൽ മുസ്ലിമാൻ. അവർ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നബിയേ ലാ തഫ്തിന്നാ വഫിൽ ഫിത്നതി അലാ ഫിൽ ഫിത്നതി സഖതു. അവർ പറഞ്ഞു നബിയോട്, നബിയേ ഇദൻ ലീ വലാ തഫ്തിന്നാ, നബിയേ എനിക്ക് വരാൻ കഴിയില്ല കേട്ടോ, എനിക്ക് അങ്ങ് എക്സ്ക്യൂസ് തരണേ, ഞാൻ തബൂക്കിലേക്ക് വരുന്നില്ല. എന്താ കാരണം പറഞ്ഞെന്നറിയോ? അതിലൊരാൾ പറഞ്ഞ കാരണം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞു, നബിയെ തബൂക്കിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ യൂറോപ്പുകാരി പെൺകുട്ടികളായിരിക്കും അവിടെ ഉണ്ടാവുക, അവരൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള കുട്ടികളല്ലേ, എനിക്ക് അങ്ങനത്തെ കുട്ടികളെ കണ്ടാൽ ഞാനവിടെ നിന്നു പോവും, അങ്ങനെ ഞാൻ വല്ല വ്യഭിചാരങ്ങാനും ചെയ്തു പോകുമോ എന്ന് എനിക്ക് പേടിയാണ്. അവർ ഫിത്നയിൽ വീണു കഴിഞ്ഞല്ലോ, അവിടെ പോയിട്ട് വീഴല്ല, അവരിപ്പം തന്നെ വീണു കഴിഞ്ഞു. വലിയ ഒരു നന്മയെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെയുള്ള ഒരു യാത്രയാണത്, നുബുവത്തിൻ്റെ യാത്രയാണത്, അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുള്ള ഒരു യാത്രയാണത്, മലക്കുകളുടെ സഹായം വരുന്ന യാത്രയാണ്. ഹബീബിൻ്റെ സുഹ്ബത്തുണ്ടാവില്ലേ, ആ സുഹ്ബത്ത് ഭയങ്കരമായ സങ്കടമായി ഭൂമി എനിക്ക് ചുരുങ്ങിയതുപോലെ, ഭയങ്കരമായ സങ്കടമായി ഭൂമി എനിക്ക് ചുരുങ്ങിയതുപോലെ, ഞാൻ ഭൂമിയിൽ സങ്കുചിതമായതുപോലെ തോന്നി. നദിംതു നദാമതൻ ലൗ അന്ന നഫ്സി, നദിംതു നദാമതൻ ലൗ അന്ന നഫ്സി
തുതാവിഉനി ഇദൽ ലഖതഅതു ഖുംസി. ചുറ്റുപാടും ഇരുളുമൂടാൻ തുടങ്ങി, കണ്ണുകൾ അടയാൻ തുടങ്ങി, മനസ്സ് ഇടുങ്ങാൻ തുടങ്ങി, പേടിയും ഭയവും വരാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബ എന്നവരെ കുറിച്ച് ചോദിക്കുന്നത് തബൂക്കിലെത്തിയതിന് ശേഷമാണ്. അവിടെ എത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു, മാ ഫഅല കഅബ്, കഅബിന് എന്തേ പറ്റിയത്, കഅബ് എന്തേ വരാതിരുന്നത്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്തേ വരാതിരുന്നത്? അപ്പൊ ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാ വന്നളുറു ഇലാ ഇത്ഫൈഹി. അസൂയക്കാരുണ്ടാവും ചിലപ്പോൾ. ഒരു പള്ളി കമ്മിറ്റി കൂടുമ്പോൾ ഒരു മെമ്പർ എന്തേ വരാഞ്ഞെന്ന് ചോദിച്ചാൽ അപ്പുണ്ടോ ഇങ്ങനത്തെ മറുപടി വരിക. ഒരാൾ പറഞ്ഞു, നബിയെ എന്ത് കാരണം, നല്ല സുഖല്ലേ, ഇഷ്ടം പോലെ മുതലുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല സുഖമുണ്ട്, അതും ആസ്വദിച്ചവിടെ ഇരിക്കുക മദീനയിൽ, അതെന്നെ വരാതിരുന്നത്, ഒരു കാരണമില്ല. അപ്പോഴാണ് മഹാനായ